ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. വെരി ഗുഡ്. എല്ലാം നോർമലായിട്ട് വരുന്നുണ്ട്. എനിക്കെന്ന് പോകാൻ പറ്റും ഡോക്ടർ? എന്താ ഇത്ര തിടുക്കം? ഞാൻ ഹോസ്പിറ്റലായ വിവരം ഇതുവരെ അച്ഛൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഉടനെ തന്നെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പോവാം. പക്ഷേ ഇനി മദ്യം തീർത്തും ഉപേക്ഷിക്കണം. യു ഷുഡ് നോട്ട് ഈവൻ ടച്ച് ഇറ്റ്. ഹലോ, യെസ്, ചക്കി സ്പീക്കിംഗ്. ആ, കൊടുക്കാം. ഡോക്ടർ താങ്ക് യു. യെസ്, ഡോക്ടർ തോമസ് മാത്യു ഹിയർ. ഓഹോ, ഞാൻ ഉടനെ വരാം. ഒരു കാഷ്വാലിറ്റി കേസുണ്ട്. ഡാഡി, പുതിയ കോമിക് ബുക്സ് കാണണ്ടേ? ഡാഡി ഒന്ന് ടോയ്ലറ്റിൽ പോയി വന്നിട്ട് നമുക്ക് കാണാം. എനിക്കൊരു ചിത്രകഥ തരുമോ? മോൾ എനിക്ക് തരൂ അല്ലേ? താങ്ക്സ്. അല്ല, എന്ത് പറ്റി വേനക്കുട്ടിയെ? താജിക്ക എപ്പോ വന്നു? ഇരിക്കുക. നമ്മൾ ഇന്നലെ വന്നത്. മേനോൻകുട്ടി ആശുപത്രികളാണെന്നുള്ള കാര്യം ഇന്ന് രാവിലെയാണ് നമ്മൾ അറിഞ്ഞത്. അത് മായശിഷ്ട പറഞ്ഞിട്ട് അറിയില്ലേ? മായശിഷ്ട നമ്മൾ അതിനൊക്കെ. അല്ല, ഇപ്പൊ നിങ്ങളുടെ സൂക്കേടൊക്കെ എങ്ങനെയുണ്ട്? മാറിയ? മാറി വരുന്നു. അല്ല, ഇത് മേനോൻകുട്ടിയുടെ പൊടിയല്ലേ? അതെ. മൃദുലക്കുഞ്ഞ് തന്നെ. മോളെ, മോളിങ് വന്നേ. താജിക്കയ്ക്ക് സുഖം തന്നെയല്ലേ? എന്ത് സുഖം മേനോൻകുട്ടിയെ. നമ്മുടെ സുഖമൊക്കെ പോയില്ലേ? എന്ത് പറ്റി താജിക്ക? ഇനി പറ്റാനൊന്നുമില്ല മേനോൻകുട്ടി. ഉള്ള കടവും വിലയൊക്കെ മേടിച്ചാണ് നമ്മുടെ മുന്നിലെത്തി ഇനി അക്കരയ്ക്ക് അയച്ചത്. പോയിട്ടൊരു കത്ത് ഇങ്ങോട്ട് അയക്കണേന് മുമ്പേ അവന്റെ മയ്യത്ത് പോലും നമുക്കും കിട്ടിയവും കാണാൻ കഴിയില്ല. മോനവനെ കണ്ടിട്ടില്ലല്ലോ. പ്രായത്തിൽ കൂടിയ തടിയും പോക്കും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം? മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാനിപ്പോ നഴ്സറിയില്ല. വലുതാകുമ്പോ ഞാൻ വേറെ വലിയ സ്കൂളിൽ പഠിക്കും. മോളെ പേരെന്താ? തുഷാർ മോൾ. ഡാഡി എന്നെ ചക്കി മോൾ എന്ന് വിളിക്കും. പിന്നെ പേരെന്താ? സിസ്റ്റർ എന്ന്. ഞങ്ങളെ ടീച്ചറുടെ പേരും സിസ്റ്റർ എന്നാ. മായമോളെ, നമ്മളിന്ന് മലബാറിന് പോവാണ്. വീട്ടിന്റെ ചാവി. അപ്പോ താജുക്കേനി എന്നാ വരിക? നോയമ്പ് കഴിയട്ടെ, എന്നിട്ട് വരാം. പിന്നെ സൗകര്യം കിട്ടുമ്പോ വീടും പറമ്പും ഒന്ന് നോക്കണേ. അല്ല, മോൾ ഒളിച്ചിരിക്കുകയാണോ? അല്ലാ, ഈ മേനോൻകുട്ടിയുടെ മോക്ക് നമ്മളെ കണ്ടാ പേടിയാ. ഏയ്, മോക്ക് പേടിയൊന്നുമില്ല. ഉണ്ടോ മോളെ?
അപ്പൊ പേടിയല്ല, നാണമാണ്. നാണമൊക്കെ മാറട്ടെ. നമ്മൾ മലബാറിൽ നല്ലൊരു പിയാപ്പിളനെ കൊണ്ടുവരുന്നുണ്ട്. എന്തിന്? അന്നെ കെട്ടിക്കാൻ. ആ അല്ലാ, നേരൊരു പാടായി. വണ്ടിക്ക് നേരായി. നമ്മൾ പോട്ടെ. ആ പോട്ടെ. താജുക്കയെ കണ്ട് മോള് പേടിച്ചു പോയോ? എനിക്ക് പേടിയൊന്നുമില്ല, ആരെയും പേടിയില്ല. സിസ്റ്റർ, ഞാനൊരാളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മതി. ശരിയാ മായേ, അല്ലെങ്കിൽ ഇവിടെ കൂട്ടക്കരച്ചിലാകും. അത് നോക്കൂ. വേണ്ട വേണ്ട, ഞാൻ പിണക്കുമോ? എന്നോടോ? എന്തിന്? സിസ്റ്റർ എന്നല്ലേ എന്നോട് പേര് പറഞ്ഞത്? ഞാൻ അറിഞ്ഞു. മായെന്നാ. ഞാനും അതേ വിളിക്കൂ. മിടുക്കി. എന്നാ ഞാൻ ചക്കിമോളെന്നെ വിളിക്കൂ. അപ്പൊ ഞാൻ മായമ്മേന്ന് വിളിക്കും. ചക്കിമോളെ. മായമ്മേ. വാ മോളെ. മോളാ ചിത്രകഥയൊക്കെ നോക്കിയോ? മോൾക്ക് ഇഷ്ടായോ? ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? വീട്ടിൽ പോണ്ടേ? മോൾ എന്തായി നോക്കുന്നത്? ഹായ് മായമ്മേ. മായമ്മേ. ചക്കിമോളെ. മോളെ, സന്ധ്യയായി, വീട്ടിൽ പോവാ. ആ, മോള് വയ്ക്കോ. നമുക്കേ പോവാ. നമുക്ക് ഈ പോവണ്ട. ചെല്ലു മോളെ. വേണ്ട ഡാഡി, വേണ്ട, ഞാൻ പോവില്ല. ഡാഡിയുടെ പൊന്നു മോളല്ലേ. മോള് വീട്ടിൽ വയ്ക്കോ. നാളെ രാവിലെ രാജപ്പനോടെ കൊണ്ടുവരും. ഞാൻ ഡാഡിയുടെ കൂടെ കിടക്കൂ. വേണ്ട മോളെ. വേണം ഡാഡി, ഞാൻ ഡാഡിയെ കെട്ടി പിടിച്ച് കിടക്കണം. ആ ടേപ്പാ, മോൾ ഇവിടെ നിൽക്കട്ടെ. നല്ല ഡാഡി, സ്വീറ്റ് ഡാഡി. പിന്നെ ഡാഡി, എനിക്ക് ഈ മായമ്മയുടെ മാതിരി ഡ്രസ് വേണം. എന്തിനാ മോളെ? ഇവിടെ നിൽക്കാം. ശരി, നാളെ വാങ്ങിത്തരാ. വേണ്ട വേണ്ട, ഇന്ന് തന്നെ വേണം. ടേപ്പാ, എന്തോ മോക്ക് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേ. കഷ്ടമാണ് നോക്കും, വെറുതെ മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. സിസ്റ്റർ എങ്ങോട്ടാ? ഡ്യൂട്ടി കഴിഞ്ഞു, വീട്ടിലേക്കാ. അപ്പൊ സിസ്റ്റർക്ക് ഇന്ന് രാത്രി നൈറ്റ് അല്ലല്ലേ? അല്ല. വണ്ടി കയറിക്കോളൂ, ഞാൻ ലിഫ്റ്റ് ചെയ്ത് തരാം. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. എനിക്കൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അത് വിചാരിച്ച് കയറാതിരിക്കണ്ട. ഏയ്, അതൊന്നുമല്ല. എന്റെ ഹസ്ബൻഡ് പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഹസ്ബൻഡോ? എവിടെയാ മൂപ്പർക്ക് ജോലി? പട്ടാളത്തിലാ. ലീവിൽ വന്നിരിക്കുക. ഞാൻ പരിചയപ്പെടുത്തി തരാം. വേണ്ട സിസ്റ്റർ, വേണ്ട. ഞാൻ അല്പം ബിസിയാ. പിന്നെ ഒരിക്കാവാം. മോൾ ഉറങ്ങില്ലേ? ഞാൻ ഡാഡി ഉറക്കിട്ട് ഇങ്ങോട്ട് പോന്നു. ഓഹോ, ഞാൻ മായമ്മയുടെ കൂടെ കിടന്നോട്ടെ? ഓക്കേ.
മോളെ മോളെ വിളിക്കണോ? വേണ്ട, ഉറങ്ങിക്കോട്ടെ. Yes, come in. Good morning. Good morning, Chakki. No, I am sister. Ah, good morning, sister. Mm. 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 Ah. Ah. അല്ല, കൊച്ചു സിസ്റ്റർ പേടിച്ചു പോയോ? ഇല്ല ഡാഡി, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഡാഡി, ഞാൻ മായമ്മയുടെ വീട്ടിൽ പോയിട്ട് വരട്ടെ? വേണ്ട മോളെ. വേണോ വേണോ, പോയിട്ട് വേഗം വരാ ഡാഡി. സിസ്റ്ററിന്റെ ഡ്യൂട്ടി ഇല്ലേ? എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ജാനകി സിസ്റ്റർ വരാൻ വേണ്ടി നിൽക്കുകയാണ്. സമ്മതിക്ക് ഡാഡി, ഞാൻ പോയിട്ട് വേഗം വരാനേ. സിസ്റ്ററിന് ബുദ്ധിമുട്ടാവും മോളെ. ഇല്ല സാർ, ഞാൻ വേഗം തിരിച്ചു കൊണ്ടുവരാം. പ്ലീസ് ഡാഡി. വേണ്ട മോളെ, ഇനി ഒരിക്കലാവട്ടെ. അതി അടുക്കരുതെന്ന് അന്ന് ഞാൻ പറഞ്ഞതല്ലേ? നീ അത് കേട്ടോ? 2 ദിവസം കഴിയുമ്പം അങ്ങനെ ഡിസ്ചാർജ് ചെയ്യേണ്ടതല്ലേ? അന്ന് ചക്കി എന്ത് ചെയ്യുമെന്ന് ഓർത്താണ് എനിക്ക് പ്രയാസം. എന്താ ഇതിനൊരു പോം വഴി? നീ ഒരു കാര്യം ചെയ്യും, 2 ദിവസം ലീവ് എടു. അതുകൊണ്ടെന്താ? ആ കൊച്ച് ആദ്യം കുറച്ച് സങ്കടപ്പെട്ടിട്ട് പിന്നെ സമ്മാനിച്ചോളൂ. പിടിച്ചു വലിച്ച് വേർപെടുത്തുന്നേക്കാളും നല്ലത് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മര്യാദക്ക് കഴിക്ക്. നിനക്ക് കൊഞ്ചല് കുറെ കൂടുന്നുണ്ട്. എനിക്ക് വേണ്ട. മോക്ക് രായപ്പൻ ചേട്ടൻ വാരി തരട്ടെ? എനിക്ക് മായമ്മ വാരി തന്നാ മതി. നിനക്ക് കൂട്ടി തരാം എല്ലാവരുടെ ജോലി. എനിക്ക് മായമ്മ കാണണം. എടി, ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയെന്ന്. എനിക്ക് മായമ്മയുടെ വീട്ടിൽ പോണം. ചെറുങ്ങാണ്ട് കഴിക്കുന്നുണ്ടോ? മോളിത് കഴിച്ചാലേ മോളെ രായപ്പൻ ചേട്ടൻ അങ്ങാടി കൊണ്ടുപോയി ആൾക്കാർ ഐസ് പൂട്ട് വാങ്ങി തിന്നുന്നത് കാണിച്ചരാ. കഴിക്ക്. എനിക്ക് വേണ്ട. എടി, അയ്യോ സാർ, കഴിക്കടി. എല്ലാരും കൂടെ കൊഞ്ചിച്ച് കൊഞ്ചോളം വഷളാക്കി അടിച്ച് ശരിയാക്കണം. സാർ, തള്ളയില്ലാത്ത കുഞ്ഞല്ലേ എന്ന് കരുതിയാണ് മോളെ ഞങ്ങൾ കൊഞ്ചിക്കുന്നത്. ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി ആ സിസ്റ്റർ ഒന്ന് കാണിച്ചിട്ട് വേഗം വരാം. നല്ല മോള്, അങ്ങനെ ഇനി കരയരുത്. ചക്കി മോളെ, മോളെ, മോൾ എന്തിനാ കരയുന്നത്? എന്തു പറ്റി? ഡാഡിയാണ് തല്ലി മായമ്മ. എന്തിനാ തല്ലിയത്? നേരം വെളുത്തപ്പം മുതലൊരു വസ്തു ഇത് കഴിച്ചിട്ടില്ല. സിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞ ഒരേ വാശിയാ.
ഒടുവിൽ സാറിന് ക്ഷമ കെട്ടു. ഞാൻ കയറി ഇടപെട്ടോണ്ടാ, ഇല്ലെങ്കിൽ തല്ലി നാശമാക്കിയാന്. എന്റെ മോളെ ഒരു നിമിഷം എന്റെ സമനില തെറ്റിപ്പോയി ഡോക്ടർ. അവളെ ഞാൻ ഇന്നുവരെ തല്ലിയിട്ടില്ല. തല്ല് കൊണ്ടപ്പോഴുള്ള അവളുടെ നോട്ടം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചക്കിക്ക് മായ സിസ്റ്ററിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ അല്ലേ? ഇത്രയും ദിവസം കൊണ്ട് ഇതുപോലെ അഫെക്ഷൻ അവൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. അവൾക്കിപ്പോ എന്നേക്കാൾ ഇഷ്ടം സിസ്റ്ററിനോടാണ്. ഒരമ്മയുടെ സ്നേഹത്തിനു വേണ്ടിയുള്ള ദാഹമാണ് ചക്കിക്കുള്ളത്. മായയിൽ നിന്നും അവൾക്കത് കിട്ടുന്നുണ്ട്. ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യണല്ലോ ഡോക്ടർ. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് പോകണ്ടേ? ആ സിസ്റ്ററിനെ അവളുടെ ആയായി നിയമിച്ചാലും. അവിവാഹിതയായ ഒരു യുവതിയെ എത്ര നാൾ അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റും? അവൾ വിവാഹിതയായി പോകുമ്പോൾ ചക്കിക്ക് അത് ഷോക്കാവില്ലേ? അത് അപ്പോഴല്ലേ. തൽക്കാലം നമുക്ക് രക്ഷപ്പെടാമല്ലോ. അതാണ് തെറ്റ്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അന്ന് അനുഭവിക്കേണ്ടി വരും. പിന്നെന്താ ഒരു മാർഗം? ഞാനൊരു കാര്യം നിർദ്ദേശിച്ചാൽ മിസ്റ്റർ പ്രശാന്തന് മറ്റൊന്നും തോന്നരുത്. നിങ്ങൾക്കിനി ഒരു ഭാര്യ വേണ്ടെങ്കിലും ചക്കിക്ക് ഒരു അമ്മ ആവശ്യമാണ്. സോറി ഡോക്ടർ, ഇനി എന്റെ ജീവിതത്തിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയരുത്. കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്തേ മതിയാവൂ. പ്രത്യേകിച്ച് പെൺകുട്ടിയായതുകൊണ്ട് ഒരമ്മയുടെ സംരക്ഷണം അവൾക്ക് ആവശ്യമാണ്. വരുന്നവൾ ചക്കിയെ സ്നേഹിച്ചില്ലെങ്കിലും? അവളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളെ വിവാഹം കഴിക്കണം. എന്തുകൊണ്ട് മായയെ വിവാഹം കഴിച്ചുകൂടാ? സിസ്റ്റർ മായയെ. ഡോക്ടർ, നിങ്ങൾ പറയുന്നത്? അതെ മിസ്റ്റർ പ്രശാന്തൻ, നിങ്ങളുടെ ബയോഡാറ്റ എല്ലാം എനിക്കറിയാം. നിങ്ങൾ കോടീശ്വരൻ, ഉയർന്ന സമുദായക്കാരൻ. അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ എന്റെ ഫാദർ തികച്ചൊരു ഓർത്തഡോക്സ് ആണ്. അച്ഛന്റെ പാരമ്പര്യം അതുപോലെ പിന്തുടരാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഓർത്തഡോക്സ് ആവില്ലേ? പക്ഷെ ഒന്ന് നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങളുടെ സമ്പത്തിന് സ്വന്തം മകളുടെ സ്നേഹദാഹം തീർക്കാനാവില്ല. നിങ്ങളുടെ സമുദായ ചിന്തയ്ക്ക് അവളെ സ്വാതന്ത്ര്യപ്പെടുത്താനും ആവില്ല.